ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ പതിയെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ ഇങ്ങനെ കേട്ടോ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. പഴയ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. ഇതിപ്പോൾ എൻ്റെ കൊച്ചിയിലത്തെ കാര്യമായിട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണ്ട് തന്നെ ചിറ്റയായിരുന്നു ഒരുക്കുകയും കുളിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും ഫുഡ് വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ചിറ്റയായിരുന്നു. ചിറ്റയുടെ കല്യാണം കഴിയുന്നത് വരെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. കാരണം എല്ലാ കാര്യം ചിറ്റ തന്നെ ആയിരുന്നല്ലോ നോക്കുന്നത്. ചിറ്റ പറയുമായിരുന്നു, നിന്നെ ഞാൻ നേർന്ന് കിട്ടിയതാണ്, ഒരുപാടിടത്തും പോയി നേർച്ചകളൊക്കെ നേർന്നു ഞാൻ പെൺകുഞ്ഞായിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരുക്കാനും എടുക്കാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒരുപാട് അമ്പലങ്ങളിലും എല്ലാം പോയി നേർന്നതാണ് എന്നെ കിട്ടിയതെന്നൊക്കെ എപ്പോഴും ചിറ്റ പറയും കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം പിന്നെ മാങ്ങ എടുത്തിട്ട് വന്ന് ചിറ്റ പോയി. ഇത് നമ്മുടെ ഇവിടുത്തെ മാങ്ങയല്ല കേട്ടോ, മധുരയിലെ മാങ്ങയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് പഴുത്തതും അടിപൊളിയാണ്, പച്ച അടിപൊളിയാണ്. അധികം അങ്ങനെ പുളിപ്പൊന്നുമില്ല. ഇത് ഇച്ചിരി മധുരവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കൊണ്ടുവന്നിട്ട് 2-3 ദിവസമായി. അവിടുന്ന് അങ്ങ് വീട്ടിലല്ലേ വന്നത്, അത് കഴിഞ്ഞല്ലേ ഇങ്ങോട്ട് വന്നത്. ഇച്ചിരി ഒന്ന് മധുരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടേ ഇങ്ങനെ കുരുനാന്ന് കൊത്തിയിരിക്കുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഇങ്ങനെ വിടർത്തിയെടുക്കണം. നല്ല രസമാണ് കേട്ടോ. നമ്മളിത് മധുരയിലോട്ടൊക്കെ പോകുമ്പം ബസ്സിലിരിക്കുമ്പോഴത്തേക്ക് സൈഡിൽ കൂടെ കുറേ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഉപ്പും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്യും കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ വിതറി നമുക്ക് തരും. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ ഞാൻ ചിറ്റയെടുത്ത് പറഞ്ഞായിരുന്നു വരുമ്പോഴത്തേക്ക് കൊണ്ടുവരണം. മിക്കപ്പോഴും കൊണ്ടുവരും കേട്ടോ ചിറ്റ. അവിടുന്ന് വരുമ്പോഴത്തേക്ക് മാങ്ങ കൊണ്ടുവരും. എനിക്ക് ഭയങ്കര ഇഷ്ടം, പണ്ട് തൊട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്. അങ്ങനെ ഇതാ നമ്മൾ അതേപോലെയാണ് കഴിക്കുന്നത്. മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് തൂവി ഇട്ടിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു കേട്ടോ. മധുരവും കൂടെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടുത്തെ മാങ്ങയ്ക്ക് എനിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു നീളത്തിലുള്ള മാങ്ങ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല. അടിപൊളിയാണ് കേട്ടോ. വായിൽ കൂടെ കപ്പലോടുന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത്രയ്ക്ക് അടിപൊളിയാണ്. അങ്ങനെ പിന്നെ അത് കഴിച്ചു. നല്ലൊരു മണവുമാണ് കേട്ടോ ഇതിനകത്തുനിന്ന്. അപ്പോൾ നല്ലൊരു മണവും നല്ല ടേസ്റ്റൊക്കെയാണ്. അധികം പുളിപ്പില്ല കേട്ടോ. പുളിപ്പുണ്ടെങ്കിൽ അധികം പുളിപ്പില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും പിന്നെ ഓരോരോ പീസുകളായിട്ട് കഴിച്ചു. അതിനകത്ത് കുഞ്ഞിനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മാത്രമേ കട്ട് ചെയ്തുള്ളൂ. കുഞ്ഞൻ വരുമ്പോഴത്തേക്ക് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അതെടുത്ത് പിന്നെ ബാക്കി ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഓർമ്മകളാണ് കേട്ടോ അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ. പണ്ട് നമ്മൾ ബസ്സിൽ പോകുമ്പോൾ, അതായത് മധുരയിൽ പോകുന്ന സമയത്ത് ഈ വെള്ളരിയൊക്കെ ഉണ്ടല്ലോ, പിഞ്ച് വെള്ളരിയും ഇതുകൊണ്ട് ചീകി ഇങ്ങനെ നീളത്തിലൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുകൊണ്ട് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് തരും. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അവിടെയൊക്കെ പോകുമ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു ഓർമ്മയിൽ ഞാൻ ഇപ്പോഴും ചിറ്റയൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരാനൊക്കെ പറയും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം പുസ്തകം വായിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കിടന്നു. കുറച്ച് നേരം മാത്രമേ ഇരുന്നുള്ളൂ കേട്ടോ. ഒരിക്കലെന്നും പറഞ്ഞിട്ട് നോവലാട്ടോ ഞാൻ വായിക്കുന്നത്. ഇതെങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വായിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. ഇതിന് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പറഞ്ഞിരുന്നു നല്ലതാണ്, ഞാൻ വായിച്ചു, അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ വായിച്ച് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയാം കേട്ടോ, കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ. അങ്ങനെ പിന്നെ ഉച്ചക്കലത്തേക്കുള്ള ഒരുക്കമൊക്കെ ആയിരുന്നു. നമുക്കിന്ന് ചോറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അപ്പളം പൊള്ളിച്ചിങ്ങനെ എടുക്കും. ഭയങ്കര ടേസ്റ്റാണ്. ഫുഡിൻ്റെ കൂടെ നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ, ചുമ്മാ കഴിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതും ചിറ്റ അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ നമുക്ക് ഇന്നലത്തെ ബിരിയാണി ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ അതിരിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 2 ട്രിപ്പായിട്ടാണ് വെച്ചിരുന്നതെന്ന്. അതുകൊണ്ട് ഫുഡ് നമുക്ക് ഉണ്ടായിരുന്നു. ഒന്ന് ഉച്ചക്കലത്തേക്കും കൂടെ കഴിക്കാനുള്ളതുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതാട്ടോ കഴിച്ചത്. അപ്പം മീനും വറുത്തുകൊണ്ട് മമ്മി വന്നു. ശരിക്കും പറഞ്ഞത് ഞങ്ങൾ കഴിച്ചിരുന്നില്ല മീൻ വറുത്തത്. അപ്പം ചിറ്റ ചോറാണ് എടുത്തത്. ചിറ്റയ്ക്ക് ചോറും മീൻകറിയൊക്കെ ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. നമുക്ക് അവിടെ മധുരയിൽ അങ്ങനെ അധികം ഇവിടുത്തെ പോലത്തെ മീനൊന്നും കിട്ടത്തില്ല കേട്ടോ. അവിടെ വേറെ ടൈപ്പ് മീനൊക്കെ കിട്ടത്തുള്ളൂ. ഇവിടുത്തെ ആ ഒരു ടേസ്റ്റൊന്നും അല്ല അവിടെ. അതുകൊണ്ട് ചിറ്റയ്ക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് മീൻ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ചിറ്റയാണ് മീൻ വറുത്തൊക്കെ കഴിച്ചത്. ഞാൻ എടുത്തൊന്നുമില്ല കേട്ടോ. ഞാൻ ചോറ് മാത്രം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പളം കൂട്ടിയൊക്കെ നമ്മുടെ ബിരിയാണി തന്നെയാണ് കഴിച്ചത്. പണ്ടിങ്ങനെ കയ്യിൽ 5 വിരലിലും ഇങ്ങനെ ഇത് ഇടുമായിരുന്നു കേട്ടോ. ഇതിൻ്റെ നീളം ഉള്ളതുകൊണ്ട് അതും ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കടിച്ച് തിന്നും. അതൊക്കെ ഇങ്ങനെ രസം. ഞാൻ അവളോട് പറയുമായിരുന്നു പണ്ട് നമ്മളിങ്ങനെയൊക്കെ കഴിച്ചിട്ടില്ലേ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു.
കഴിച്ചു. പിന്നെ അനീത്തി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറേ പേര് ചോദിച്ചു അനീത്തി ആരാ? കുഞ്ഞമ്മയുടെ മോളാണ് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ തമ്മിലൊന്നും അങ്ങനെയുള്ളൊരു ഇതല്ല, ബന്ധമല്ല. ശരിക്കും ചിറ്റ എൻ്റെ അമ്മയെ പോലെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞാൽ അതൊരു പറച്ചിൽ മാത്രമാണ്. പക്ഷെ അങ്ങനെ തന്നെ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അമ്മമാരെല്ലാം ഒരേപോലെയാണ്, അതേപോലെ കൂടപ്പിറപ്പുകളും എല്ലാം ഞങ്ങൾക്ക് ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അനീത്തി എന്ന് തന്നെ പറഞ്ഞത്, ഇങ്ങനെ തരം തിരിച്ച് പറയാഞ്ഞത് കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്. അതിൻ്റെ റെസിപ്പീസൊക്കെ ഒന്ന് കാണിക്കാം. ഞാനല്ല വീഡിയോ എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല, എന്നാലും കാണിക്കാം കേട്ടോ. അപ്പോൾ അത്രയും സാധനങ്ങളാണ് വേണ്ടുന്നത്. ആദ്യം തന്നെ നമ്മളൊരു പാത്രം വെച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റിയതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികൾ. ആദ്യം തന്നെ നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം അണ്ടിപ്പരിപ്പ് മൂപ്പിച്ച് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് മുന്തിരിങ്ങ അധികം ആക്കണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ. ആ ഒരു പാത്രത്തിലോട്ട് തന്നെ നമ്മൾ റവയൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്, ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വറുത്ത് ആ ഒരു നെയ്യിൽ തന്നെ ഒന്ന് വറുത്ത് എല്ലാം എടുത്ത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ചെറിയൊരു കളർ വ്യത്യാസം വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊരു വേറെ പാത്രത്തിലോട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് തട്ടി മാറ്റിയതിന് ശേഷം ഈ പാത്രത്തിലല്ല ഇനി വെക്കുന്നത്, വേറൊരു പാത്രത്തിലാട്ടോ വെക്കുന്നത്. വലിയ പാത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇഡ്ഡലി പാത്രമായിട്ട് എടുത്തേക്കുന്ന ഇഡ്ഡലി കുട്ടും. അപ്പോൾ ആദ്യം തന്നെ അത് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലോ ഗോൾഡ് വിനറോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഓയിൽ ഒഴിച്ചതിന് ശേഷം നെയ്യ് ചേർത്ത് കൊടുക്കുക. 1-2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തതിന് ശേഷം അതിനകത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപ്പുമാവിന് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം പിന്നെ അതിനകത്തോട്ട് എസൻസ്, നമ്മൾ കളറിന് എന്തെങ്കിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ മഞ്ഞപ്പൊടി ആകുമ്പോൾ ചെറിയൊരു മഞ്ഞപ്പൊടിയുടെ ഒരു ചുവ ഉണ്ടാവും. വേറെ കളർ ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ചെറുതായിട്ട് കുറച്ച് കളർ പൊടി ചേർക്കുന്നുണ്ട്. അതിനകത്തോട്ട് തന്നെ ആ വെള്ളത്തിലോട്ട് തന്നെ നമ്മൾ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് തിള വന്നതിന് ശേഷം നമ്മുടെ വറുത്ത് വെച്ചിരുന്ന റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ ചേർത്തതിന് ശേഷം കൈവിടാതെ ഇളക്കി കൊടുക്കണം. അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അംശം ഒന്ന് വറ്റി വരുന്നതിന് ശേഷം, ഒന്ന് കുറുകി വന്നതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മധുരം കുറച്ച് മതിയോളം ഞങ്ങൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ. കൂടുതൽ വേണ്ടുന്നവർക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞങ്ങൾ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അതൊന്ന് നല്ല രീതിയിൽ മെൽറ്റായിട്ട് നല്ല രീതിയിലൊന്ന് ആയി വരും. ഇങ്ങനെ പാത്രത്തിൽ ഒട്ടാത്ത രീതിയിലായി വരും കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇതിനകത്ത് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച കിസ്മിസ് ഉണ്ടല്ലോ, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി റെഡിയാക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. ഇത് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഇളക്കുമ്പോൾ വിട്ട് വരും കേട്ടോ. അതാണ് പരുവം. ആ ഒരു പരുവത്തിനാക്കി എടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ കേസരി റെഡി ആവും. നമുക്ക് മാറ്റി വെച്ചിട്ട് കുറച്ചൊന്ന് ചൂടാറാകുമ്പോഴത്തേക്ക് നമുക്കത് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ചൊന്ന് ചൂടൊക്കെ ആറിക്കഴിഞ്ഞ് കുഞ്ഞൻ വന്നതിന് ശേഷമാണ് പിന്നെ കേസരി എടുത്തത്. അങ്ങനെ ഒരു പാത്രത്തിനകത്ത് ഇട്ടൊന്ന് അമർത്തിയൊക്കെ വെച്ചൊന്ന് സെറ്റാക്കിയിട്ട് നമ്മളിങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഷേപ്പിന് കിട്ടും കേട്ടോ. നല്ല രസമാണ്. നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കണമെങ്കിൽ കട്ട് ചെയ്ത് കഴിക്കാം, അല്ലാതെ സ്പൂൺ വെച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. സംഭവം എന്തൊക്കെ പറഞ്ഞാലും കേട്ടോ, കുറേ നാളിന് ശേഷമാണ് ചിറ്റ ഉണ്ടാക്കുന്ന കേസരി കഴിക്കുന്നത്. ഞാൻ അവിടെ പോയി നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയും കേസരി ഉണ്ടാക്കുമോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുറേ നാളിന് ശേഷം കഴിക്കുന്നതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയാണ്. അത് നല്ലൊരു മണവും മറ്റേ ഏലക്കയുടെയൊക്കെ ആ ഒരു മണവും നെയ്യുടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. കുഞ്ഞൻ ഫസ്റ്റ് ടൈമാണ് ചിറ്റ ഉണ്ടാക്കിയത് കഴിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചിട്ടുണ്ട്, പക്ഷേ കുഞ്ഞിന് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്കെന്തോ ഇത്രയും ടേസ്റ്റിൽ അങ്ങനെ വരാറില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു ഉണ്ടാക്കുന്നത്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു ട്രിപ്പ് കഴിഞ്ഞു, അടുത്ത പാത്രം എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് കഴിച്ചു. അങ്ങനെ എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുമായിരുന്നു. എന്തോ പറഞ്ഞപ്പോൾ മമ്മി ചിരിച്ചതാണ് കേട്ടോ. എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ ചിരിച്ചിട്ടേയിരിക്കും, അങ്ങനെ ഒരാളാണ്. പിന്നെ ഞാൻ ചിറ്റ വന്ന വീഡിയോ ഇട്ടിരുന്നപ്പോഴത്തേക്ക് സിന്ധു ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചത് ഞാനും കുഞ്ഞനും കൂടെ മധുരയിൽ പോയിട്ടുണ്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങനെ പോയിട്ടില്ല. പോകാനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എന്തെന്ന് വെച്ചാൽ ലോക്ക്ഡൗൺ ടൈമായിരുന്നു, കൊറോണയൊക്കെ ആയിട്ട്. ആ സമയത്തായിരുന്നു ഞങ്ങളുടെ കല്യാണം കേട്ടോ. അന്നേരം പിന്നെ എങ്ങോട്ടും പോകാൻ പറ്റത്തില്ലല്ലോ, അടച്ചിട്ടേക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുഞ്ഞൻ ജോലിക്കൊക്കെ പോയി തുടങ്ങി. അത് കഴിഞ്ഞ് കുഞ്ഞിന് ആക്സിഡൻ്റ് ആയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്താ പറയുക, പിന്നെ ഈ ഒരു 3 വർഷം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങോട്ടും പോകാൻ പറ്റിയിട്ട്, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങോട്ടും പോയിട്ടില്ല കേട്ടോ. വീട് തന്നെ ആയിരുന്നു ശരണം. ഇപ്പോഴും അത് ഇങ്ങോട്ട് മാറിയതിന് ശേഷവും അതൊക്കെ തന്നെയാണ്. കുഞ്ഞിന് ഓക്കെ ആയി വരാതെ എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഓക്കെ ആയി വന്നതിന് ശേഷം കാലൊക്കെ സുഖമായി ശരിയായി വന്നതിന്
ശേഷം ഫുൾ ട്രാവലിംഗ് വീഡിയോസ് ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, എല്ലായിടും പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, മധുരയിലായാലും എല്ലായിടത്തും. അപ്പോൾ അത് കഴിഞ്ഞ് എന്തായാലും പെട്ടെന്നൊക്കെ പോകാൻ സാധിക്കട്ടെ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഫുഡ് നമുക്കിന്ന് പുറത്തുനിന്ന് കേട്ടോ. കുഞ്ഞൻ വന്നപ്പോൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും ബീഫ് ഫ്രൈയും ബീഫ് കറിയായിരുന്നു. കറി അത്ര സുഖമില്ലായിരുന്നു, ഫ്രൈ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ ഒരെണ്ണേ കഴിച്ചോളൂ കേട്ടോ പൊറോട്ട, കാരണം ഞാനിപ്പോൾ അധികം പൊറോട്ട അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് ഒരെണ്ണം കഴിച്ചു. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ നേരം ഇരിക്കും കേട്ടോ. അവർ നാളെ പോകുന്നതുകൊണ്ട് ഇങ്ങനെ കാര്യം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ, സീ യു.